Hello dear friends, welcome back to our channel. അപ്പം ഞാനിന്ന് 2 ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള 2 റെസിപ്പിയാണിത്. ഒന്ന് ആലു ചപ്പാത്തി, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാരറ്റ് പുലാവ്. ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കും. ആദ്യം നമുക്ക് ആലു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത ശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ വേണം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കാം. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്, അല്ല കഷ്ണാക്കിയിട്ടല്ല. കഷ്ണാക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് ചപ്പാത്തിയുടെ ഇതുപോലെ പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ബോളുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും തിക്കായിട്ടാണ് ഉണ്ടാക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇനി ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് കുറേശ്ശെ ഇതിന് ഉള്ളിൽ വെച്ചിട്ട് 4 ഭാഗത്തും മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി നമ്മൾ പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടി വേണം ഇതിന്. ഉരുളൻകിഴങ്ങൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഉരുളൻകിഴങ്ങാന്ന് പോലും അറിയില്ല. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച ശേഷം പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തികൾ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. കുറേശ്ശെ നെയ്യ് തടവി കൊടുക്കണം. 2 സൈഡിൽ നമ്മൾ നെയ്യ് തടവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. 2 സൈഡും നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചുട്ടെടുക്കാം. നല്ല ബബിൾസ് ഒക്കെ വന്ന് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത നമുക്ക് ക്യാരറ്റ് പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് വേണ്ടത് ബിരിയാണി അരി, ഒരു സവാള, കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ നമ്മളൊന്ന് ചൂടാക്കിയ ശേഷം അല്പം നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഇത് 3ഉം കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി അരിഞ്ഞത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നേരത്തെ കഴുകി വാര വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് ചൂടുവെള്ളം 2 കപ്പ്, 1 കപ്പ് അരിക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് വെയിറ്റ് മാറ്റി നോക്കി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവ് പാകമായിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 റെസിപ്പികളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.